നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു വേവ് ഡിസൈനിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്ന വരെയായിരുന്നു പഠിച്ചത്. ഇന്ന് നമുക്ക് ബാക്കി സ്റ്റിച്ചസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഈ ഒരു പാർട്ടുണ്ടല്ലോ, അതായത് സ്റ്റിച്ചിങ് സൈഡ് വരുന്നത്, നമ്മൾ ബ്ലാക്ക് കളർ ക്ലോത്ത് അവിടെ അറ്റാച്ച് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് കട്ട് ചെയ്ത് കളയണം. ഞാൻ ഇൻഡു മാർക്ക് കൊടുത്ത് കാണിച്ചിരിക്കുന്നത് മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് കേട്ടോ. ഇത് ബ്ലൗസിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത ആ ഒരു പാർട്ടാണേ. ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിരുന്നില്ലേ, ബ്ലാക്ക് കളർ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ച് അഴിച്ചു കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമുക്ക് പിന്നീട് അഴിക്കാനുള്ള സ്റ്റിച്ചാണ്, അതുകൊണ്ട് ഒരുപാട് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. ഈ സ്റ്റിച്ച് അഴിച്ചു കൊടുത്താൽ നമുക്ക് ബ്ലാക്ക് കളർ ക്ലോത്ത് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ക്ലോത്ത് ഞാൻ റിങ്ങിൽ നിന്ന് ഊരി എടുക്കുകയാണ്. അപ്പോൾ റിങ്ങിൽ നിന്ന് ഊരിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു സ്റ്റിച്ച് അഴിക്കാൻ ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ ക്ലോത്ത് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അഴിച്ചു കൊടുക്കാം. ഒരുപാട് ടൈറ്റായിട്ടല്ല സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കിത് അഴിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതല്ല ടൈറ്റായിട്ടാണ് സ്റ്റിച്ച് കൊടുത്തതെങ്കിൽ അഴിക്കാനും ബുദ്ധിമുട്ടാണ്, മാത്രമല്ല ക്ലോത്തിൽ ഹോൾ വീഴുകയും ചെയ്യും. ഒരുപാട് വലിച്ചു പിടിച്ചഴിക്കാതെ പതുക്കെ അഴിച്ചെടുക്കുക, അല്ലെങ്കിൽ ത്രെഡ് കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്ലോത്ത് ഡാമേജ് ആകാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് അഴിക്കാൻ. ഇപ്പോൾ ഫുള്ള് സ്റ്റിച്ച് അഴിച്ചു കഴിഞ്ഞു. ഇനി ഇൻഡു മാർക്ക് കൊടുത്ത പാർട്ടില്ലേ, ആ ക്ലോത്ത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റിച്ച് നമ്മളിപ്പോൾ കൊടുത്തതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ആ റെഡ് കളർ ക്ലോത്തിൽ ആ ഒരു വേവ് ഡിസൈൻ സ്റ്റിച്ചിങ് വരത്തില്ല ബാക്ക് സൈഡിൽ, അവിടെ ഗം അപ്ലൈ ചെയ്യണം. അതായത് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ആ വേവ് ഡിസൈനിൽ ഗം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ ഒരു ഗം ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഗം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഗം അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ബാക്ക് സൈഡ് ആ റെഡ് കളർ ക്ലോത്തിൽ വേവ് ഡിസൈൻ വന്ന സ്ഥലത്താണ് ഗം അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ജെറി ത്രെഡിൻ്റെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ, അതിനോട് ചേർന്ന് കട്ട് ചെയ്യുക. ചെയിൻ സ്റ്റിച്ചിൽ കട്ട് വീഴരുത്, ജസ്റ്റ് അതിനടുത്തായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഷാർപ്പായിട്ടുള്ള കത്രിക തന്നെ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് ത്രെഡ് അല്ലെങ്കിൽ കുറച്ച് ക്ലോത്ത് ഈ പുറമേ കണ്ടു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കവർ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും അറ്റത്ത് ചേർത്ത് ചെയിൻ സ്റ്റിച്ചിൽ കട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം എന്നില്ല, കുറച്ച് ക്ലോത്ത് ഇരുന്നാലും കുഴപ്പമില്ല. ഇതുപോലെ കയ്യിൽ പിടിച്ച് തന്നെ ചെയ്യണം കേട്ടോ, അല്ലാതെ സ്റ്റാൻഡിൽ വെച്ച് ടൈറ്റായിട്ട് ക്ലോത്ത് വെച്ച് കട്ട് ചെയ്യൽ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്ലോത്തിനെ ഇതേപോലെ മൂവ് ചെയ്ത് ആ ഒരു ചെയിൻ സ്റ്റിച്ചിൽ കട്ട് വീഴാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ആ ബേസിലിരിക്കുന്ന റെഡ് കളർ ക്ലോത്തിൽ കട്ട് വീഴാൻ പാടില്ല കേട്ടോ. ബ്ലാക്ക് കളർ ക്ലോത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും. ഇനി ബാക്കി പാർട്ട് കൂടി നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ 2 വേവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ബാക്കി വേവ്സ് കൂടി കട്ട് ചെയ്യാം. ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബ്ലാക്ക് കളർ ക്ലോത്ത് കാണുന്നുണ്ട്, അത് കുഴപ്പമില്ല, ബീഡ് വർക്ക് ചെയ്യുമ്പോൾ അത് കവർ ആയിക്കോളും. ഒരുപാട് എക്സ്ട്രാ ക്ലോത്ത് വന്നിട്ടുണ്ട്, ബീഡ് വർക്കിൽ കവർ ആകത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. റെഡ് കളർ ക്ലോത്തിൽ കട്ട് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചെയിനും കട്ടാകല്. ചെയിൻ സ്റ്റിച്ചൊക്കെ ഒരു സ്ഥലത്ത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്റ്റിച്ച് അഴിഞ്ഞു പോകും. ഇപ്പം നമ്മൾ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ലുക്ക് വരുന്നത്. ഇത്രയാണ് ഈ ഒരു ബ്ലൗസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ടത് ഇത്രയും ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഇനിയുള്ള സ്റ്റിച്ചസ് നമ്മൾ ബേസിക് ലെവലിൽ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ആണ്, ചെയ്യാനും ഈസിയാണ്. ഇനി ബാക്കി സ്റ്റിച്ചസ് ചെയ്യാൻ ഞാൻ ക്ലോത്ത് റിങ്ങിൽ ഫിക്സ് ചെയ്തു. ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യണം കേട്ടോ. ബ്ലാക്ക് കളറിൻ്റെ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഈ എക്സ്ട്രാ ക്ലോത്തൊക്കെ കവർ ചെയ്യാൻ നമുക്കിത് ഈ ഒരു പാർട്ടിൽ, അതായത് റെഡ് കളർ ക്ലോത്ത് വരുന്ന ആ ഒരു കട്ടിങ് വന്ന സ്ഥലത്ത് ബീഡ് വർക്ക് കൊടുക്കണം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് ബീഡ് വർക്കും ചെയ്യേണ്ടത്. ഞാനിവിടെ ഷുഗർ ബീഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഒരു ലെയർ മാത്രമേ ക്ലോത്ത് ഉള്ളൂ. ബ്ലാക്ക് കളർ നമ്മൾ കട്ട് ചെയ്തല്ലോ, അപ്പോൾ റെഡ് കളർ ക്ലോത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാണ്. ബ്ലാക്ക് കളറിൻ്റെ ആ കട്ട് ചെയ്ത എക്സ്ട്രാ ക്ലോത്ത് ചെറുതായിട്ട് എന്തെങ്കിലും ത്രെഡ് അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ബീഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് കവറായി പോയിക്കോളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കർവ് ഡിസൈനാണ്, അപ്പോൾ ഓരോ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ 2 ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവ് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അതുകൊണ്ട് എപ്പോഴും സിംഗിൾ ബീഡ് സ്റ്റിച്ച് തന്നെ ചെയ്യണം, എങ്കിലേ കർവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ.
ഇതേപോലെ ഫുൾ സ്ലീവ് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കണം. ബീഡ്സ് വർക്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക് ലെവൽ ക്ലാസ് നമ്പർ 27 റെഫർ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ. ബീഡ് വർക്ക് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെമി ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ബീഡിനെ ഇഡ്ലി ബീഡെന്നും പറയാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും, ഒരു സൈഡ് സർക്കിൾ ഷേപ്പും ആയിരിക്കും. ഇതേപോലെ മാലയായിട്ടാണ് ഇത് വാങ്ങാൻ കിട്ടുന്നത്. ഓരോ ലെയറായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സെമി ബീഡ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് ബ്ലാക്ക് കളർ ക്ലോത്തിലും സ്റ്റിച്ച് ചെയ്യണം, അതേപോലെ റെഡ് കളർ ക്ലോത്തിലും സ്റ്റിച്ച് ചെയ്യണം. കണ്ടിന്യൂസ് സ്റ്റിച്ച് അല്ല ചെയ്യേണ്ടത്, കുറച്ച് ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് ഓരോ സെമി ബീഡിൻ്റെ ഇടയിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, ഒരു ചെയിൻ വരുന്ന രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇതേപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യണം. ഗ്യാപ്പിൽ ഓരോ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഗ്യാപ്പിലെ സ്റ്റിച്ച് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ സെയിം കളറ് ക്ലോത്തിൻ്റെ ത്രെഡ് തന്നെ യൂസ് ചെയ്യണം. അതായത് ബ്ലാക്ക് കളർ ക്ലോത്തിൽ ബ്ലാക്ക് കളർ ത്രെഡും അതേപോലെ റെഡ് കളർ ക്ലോത്തിൽ റെഡ് കളർ ത്രെഡും യൂസ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. റെഡ് കളർ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റെഡ് കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. സെമി ബീഡിൻ്റെ ഫ്ലാറ്റ് സർഫേസ് ക്ലോത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ബീഡ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇടയിൽ ഗ്യാപ്പ് വന്നോളൂ. സെയിം കളർ ത്രെഡിന് പകരം മറ്റ് കളറിലെ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഒരു സെൻറ്ററിൽ കൊടുക്കുന്ന ചെയിൻ സ്റ്റിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സെയിം കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ റെഡ് കളർ ത്രെഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഇടയിൽ വരുന്ന ചെയിൻ സ്റ്റിച്ച് പുറമേ കാണുന്നില്ല. ബീഡ്സിൻ്റെ ഇടയിൽ അതേപോലെ ഗ്യാപ്പ് കൊടുക്കുന്നതും സെയിം ആയിരിക്കണം. ബീഡ്സിൻ്റെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്യാപ്പുകൾ വരല്, എല്ലാം ഒരേ ലെങ്ത്തിൽ തന്നെ ഗ്യാപ്പ് കൊടുത്തിരിക്കണം. ഒന്നുകിൽ ചെറിയ 2 ചെയിൻ കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ചെയിൻ കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഒരേപോലെ തന്നെ ചെയിൻ കൊടുക്കുകയാണെങ്കിൽ ഗ്യാപ്പും ഒരേപോലെ തന്നെ വരും. ഇനി ഇതേപോലെ തന്നെ ബ്ലാക്ക് കളർ ക്ലോത്തിലും സ്റ്റിച്ച് ചെയ്യാം. ബ്ലാക്ക് കളറിലും നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നത് ഒരേപോലെ തന്നെ ആയിരിക്കണം. അതുപോലെ ബ്ലാക്ക് കളർ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളർ സ്വിങ് ത്രെഡ് യൂസ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് അരി വർക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ചാനലിലിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്ക്, സ്റ്റുഡൻസ് ചെയ്യുന്ന അസൈൻമെൻറ്റ് വർക്കുകൾ, അതുപോലെ അപ്കമ്മിങ് ഓൺലൈൻ അരി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ സെമി ബീഡ് നമ്മൾ ആ ഷുഗർ ബീഡിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രഞ്ച് നോട്ട്സ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, അവിടെ ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കണം. ബ്ലാക്ക് കളർ ക്ലോത്തിൽ റെഡ് കളർ ത്രെഡ് കൊണ്ടുള്ള ഫ്രഞ്ച് നോട്ടും അതുപോലെ റെഡ് കളർ ക്ലോത്തിൽ ബ്ലാക്ക് കളർ ത്രെഡ് കൊണ്ടുള്ള ഫ്രഞ്ച് നോട്ടുമാണ് കൊടുക്കേണ്ടത്. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ ത്രെഡ് ഞാൻ 6x6 ആണ് എടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട്സ് നമ്മൾ ബേസിക് ലെവൽ ക്ലാസ്സസിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട്സ് എന്തെങ്കിലും ഡൗട്ടുള്ളവർ ബേസിക് ലെവൽ ക്ലാസ്സസിൽ ക്ലാസ് നമ്പർ 52 റെഫർ ചെയ്താൽ മതി. സെമി ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ തന്നെ ഫ്രഞ്ച് നോട്ട്സ് ചെയ്യണം കേട്ടോ. മുന്നോട്ടോ പുറകോട്ടോ കയറി ഇറങ്ങിയൊന്നും പോകില്ല. അപ്പോൾ ആ ലൈൻ വ്യത്യസ്തമായി പോവും. അതുകൊണ്ട് ലൈൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ ആ സെൻറ്റർ പോയിൻറ്റിൽ തന്നെ ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കണം. ഫ്രഞ്ച് നോട്ട്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബേസിക് ലെവലിലെ ക്ലാസ് കണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്ലൗസിൽ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ബ്ലൗസിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം എല്ലാ ഫ്രഞ്ച് നോട്ടും ഒരേപോലെ വരാതെ വ്യത്യസ്തമായി പോവും, അല്ലെങ്കിൽ ത്രെഡ് കുരുങ്ങുന്ന പ്രോബ്ലം ഒക്കെ വരും. അതുകൊണ്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രഞ്ച് നോട്ട് ബ്ലൗസിൽ ട്രൈ ചെയ്താൽ മതി. ഇതേപോലെ തന്നെ റെഡ് കളർ ക്ലോത്തിൽ ബ്ലാക്ക് കളർ ത്രെഡാണ് ഫ്രഞ്ച് നോട്ട് കൊടുക്കേണ്ടത്. ഇവിടെയും 6x6 തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. എല്ലാ ഫ്രഞ്ച് നോട്ട്സും ഒരേപോലെ തന്നെ വരാൻ ശ്രദ്ധിക്കണം. എല്ലാ ഫ്രഞ്ച് നോട്ടിൻ്റെയും സൈസ് സെയിം ആയിരിക്കണം. നമ്മൾ ഒരു പ്രാവശ്യം ചുറ്റിയാണ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നതെങ്കിൽ പിന്നെ എല്ലാ ഫ്രഞ്ച് നോട്ട്സും അതേപോലെ തന്നെ കൊടുക്കണം. അതല്ല 2 പ്രാവശ്യം ചുറ്റിയാണ് ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കുന്നതെങ്കിൽ ബാക്കി ഫ്രഞ്ച് നോട്ട്സും 2 പ്രാവശ്യം ചുറ്റി തന്നെ കൊടുക്കണം. അല്ലാതെ സൈസിൽ വ്യത്യാസം വരാൻ പാടില്ല കേട്ടോ. ഇവിടെ നമ്മൾ സെമി ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെമി ബീഡ്സിന് പകരം നിങ്ങൾക്ക് 4mm സൈസ് ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വലിയ ബീഡ്സ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ 3mm സൈസ് ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് ഫുള്ള് കൊടുത്തു കഴിഞ്ഞു.
റെഡ് കളർ ക്ലോത്തിൽ ബ്ലാക്ക് കളർ ഫ്രഞ്ച് നോട്ടും ബ്ലാക്ക് കളർ ക്ലോത്തിൽ റെഡ് കളർ ഫ്രഞ്ച് നോട്ടും. ഇനി നിങ്ങൾക്ക് സിമ്പിൾ വർക്ക് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ബീഡ് വർക്കും കൂടി ചെയ്യാം. സിമ്പിൾ ഡിസൈനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ. നെക്കിലും സെയിം ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. വർക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഈ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെ നമുക്ക് സെമി ബീഡ് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ സെമി ബീഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ താഴെ നമുക്ക് ഫ്രഞ്ച് നോട്ട് കൂടി സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു ലെയർ കൂടി കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് നോട്ടിന് നേരെ താഴെയായിട്ട് 4 mm സൈസ് സെമി ബീഡും അതേപോലെ 1 mm സൈസ് റൗണ്ട് ബീഡും കൊടുക്കുന്നുണ്ട്. സിംഗിൾ ബീഡ് സ്റ്റിച്ചാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ആദ്യം 4 mm സൈസ് സെമി ബീഡ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം 1 mm സൈസ് റൗണ്ട് ബീഡ് കൂടി കൊടുത്തിട്ട് എൻഡ് നോട്ടും കൊടുക്കാം. ചെറിയ ബുട്ട ഡിസൈനൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ബേസിക് ലെവലിൽ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ സെമി ബീഡും അതുപോലെ ഷുഗർ ബീഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബുട്ട ഡിസൈനൊക്കെ നമ്മൾ ബേസിക് ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. റൗണ്ട് ബീഡിന് പകരം ഷുഗർ ബീഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ സെമി ബീഡിന് പകരവും നമുക്ക് റൗണ്ട് ബീഡ് യൂസ് ചെയ്യാം. ഫുള്ള് കർവ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഒരു സൈഡ് മാത്രമല്ല, 2 സൈഡും ഒരേപോലെ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ കർവിൽ എല്ലാ ഫ്രഞ്ച് നോട്ടിനും താഴെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ബീഡ്സ് ആദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യുന്ന മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ബ്ലാക്ക് കളർ ഫ്രഞ്ച് നോട്ടിന് താഴെയായിട്ട് ഒരു സെമി ബീഡും ഒരു റൗണ്ട് ബീഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എൻഡ് നോട്ടും കൊടുക്കാം. ഇവിടെ ഉള്ളിൽ വരുന്ന കർവ് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. ഉള്ളിലെ കർവ് ചെയ്യുമ്പോൾ എല്ലാ ഫ്രഞ്ച് നോട്ടിൻ്റെയും താഴെ നമുക്ക് ഈ ഒരു സെമി ബീഡും റൗണ്ട് ബീഡും സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കർവ് ഫില്ലാകുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇവിടെ ഫസ്റ്റ് ലെയറിൻ്റെ സെമി ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ ഓരോ സെമി ബീഡിന് താഴെയും ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കണം. നമ്മൾ കോൺട്രാസ്റ്റ് കൊടുത്ത അതേ കളർ തന്നെയാണ് കേട്ടോ ഫ്രഞ്ച് നോട്ട്സ് കൊടുക്കേണ്ടത്. റെഡ് കളർ ക്ലോത്തിൽ ബ്ലാക്ക് കളർ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. അതുപോലെ ബ്ലാക്ക് കളർ ക്ലോത്തിൽ റെഡ് കളർ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്ത സെമി ബീഡിന് താഴെ കൊടുക്കണം. ഫസ്റ്റ് ലെയറിലെ സെമി ബീഡിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഫ്രഞ്ച് നോട്ട് കൊടുക്കണം. അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്തില്ലേ സെമി ബീഡും അതുപോലെ റൗണ്ട് ബീഡും, അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഈ ഒരു ഫ്രഞ്ച് നോട്ട് വരും. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡിൽ റെഡ് കളറാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ ക്ലോത്തിൽ സെയിം ഫസ്റ്റ് ലെയറിൽ കൊടുത്ത അതേ കളർ തന്നെ ഫ്രഞ്ച് നോട്ട് കൊടുക്കണം. ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കാണിക്കാം. ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. ഇവിടെ ഞാൻ സ്ലീവിൽ മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഇത് തന്നെ സെയിം ഡിസൈൻ നമുക്ക് നെക്കിലും സ്ലീവിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ബ്ലൗസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ പിന്നെയും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്